അതെ. അപ്പൊ താങ്കൾ AMMയുടെ സംഘടനാംഗത്വത്തിന് വേണ്ടി ആരെയാണ് സമീപിക്കുന്നത് ബിനു? ഇടവേള ബാബുവിനെ. ഓക്കെ. ഫോൺ വിളിക്കായിരുന്നോ, നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു. മിനു ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്തു തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു. ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു. ഇടവേള ബാബു ഇടവേള ബാബു. ഓക്കെ. അതിനുശേഷം മറ്റു ആക്രമണമൊന്നും ഉണ്ടായില്ല? അവലില്ല. അപ്പൊ തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ. അപ്പൊ അല്ല ഒന്ന് ആയിക്കൂടെ, ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ, ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളിക്കാരനോട് വലിയ സംസാരമൊക്കെ ആയിരുന്നു. എന്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, എന്റെ കൂടെ നിൽക്കുക, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ കൊണ്ടുപോകാം ഒക്കെ, അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, അപ്പൊ നിന്നില്ല. അപ്പോൾ അപേക്ഷ കൊടുത്തു, ഇടവേള ബാബു മോശമായി പെരുമാറി, പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അംഗത്വം കിട്ടുന്നില്ല, അതിനുശേഷം ആരെ സമീപിച്ചു? അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, ആഹാ അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ, നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകുതിരിയുടെ വാസ്ക് ഇട്ട് അടച്ചു വെച്ചോളാൻ. അങ്ങനെ വളരെ പച്ചയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. ഞങ്ങളെ ഗൗനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് നിനക്ക് തരില്ല. അപ്പൊ മുകേഷിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പൊ അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സ് അന്നേരം എനിക്കൊന്നും തിരിച്ചു പറയാൻ പറഞ്ഞാൽ അത്രയ്ക്കും സങ്കടവും ഷോക്കും എല്ലാം കൊണ്ട് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക ഞാൻ ചെയ്തത്. എനിക്ക് അതിന് ഒന്നും സത്യമായിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതെ നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് ഞങ്ങൾ കലണ്ടർ എന്ന സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അന്നും പുള്ളിക്കാരൻ എന്നോട് ഇത് അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരൻ. താല്പര്യമാണ്, കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് വില്ലയുണ്ട്, അവിടെ വെച്ച് കാണാൻ പറ്റുമോ, എറണാകുളത്തല്ലേ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പൊ അതിലൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ്, പാലക്കാട്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല. കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോന്ന് പറഞ്ഞ് പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തന്റെ പ്രശ്നം, തന്നെ. അപ്പൊ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അപ്പൊ കട്ടില്ല, അപ്പൊ തൊട്ട് പുറകെ കട്ടില്ല. അപ്പൊ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. അങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴൊക്കെ അംഗത്വം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല, തന്നില്ല. അപ്പൊ പിന്നെ എന്നെ അമ്മ അസോസിയേഷൻ തന്നെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, മിനു സോറി കേട്ടോ, മിനു 6 സിനിമയിലേ അഭിനയിച്ചുള്ളൂ, കുറച്ചുകൂടെയൊക്കെ സിനിമ അഭിനയിക്കും. കാരണം ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല. ഞാൻ ചോദിച്ചു, അയ്യോ സാറേ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അന്നേരം പറഞ്ഞു, മുകേഷ്, മണിമ്പള രാജു, ജയസൂര്യ, ഇടവേള ബാബു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മലയാള സിനിമ ഫീൽഡ്, ഈ മലയാള ഇൻഡസ്ട്രി തന്നെ വിട്ട് ഇവിടുന്ന് പോയിക്കളയാന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുക ചെയ്യും.